ഓക്കെ മോനെ, ഈ 64ാമത്തെ സബ് ജില്ലാ കലോത്സവം ഇവിടെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവസാന ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അവസാന പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷമായ ഒരു കാര്യം പറയാനുണ്ട്. ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കലോത്സവം നടന്നിരുന്നതിന് മുമ്പ് 18 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു കലോത്സവം ഈ ഫിഷറീസ് സ്കൂളിന് ലഭ്യമാവുന്നത്. പക്ഷേ വളരെ ചിട്ടയോടും ഭംഗിയോടും കൂടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് സന്തോഷ വാർത്ത എന്നാൽ അന്ന് ഇവിടെ പഠിച്ചിരുന്ന സ്റ്റുഡൻ്റായിരുന്നു, ടീച്ചറായിട്ട് വർക്ക് ചെയ്തവരും ഇന്ന് ഈ കൂട്ടത്തിലുണ്ട്. അവരിപ്പോഴും ഈ കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. അന്ന് ഇവിടെ ഈ 18 വർഷങ്ങൾക്ക് മുമ്പ് കലോത്സവത്തിന്റെ ചുക്കാൻ പിടിച്ച അതേ ടീച്ചേഴ്സ് റിട്ടയർമെന്റ് ആയിട്ടും തിരിച്ചു വന്ന് ഈ സ്കൂൾ കലോത്സവത്തിന് മുൻപന്തിയിൽ പ്രവർത്തിക്കുന്നു. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഭാർഗവി, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സ്കൂളിന് വേണ്ടി കഴിയുന്നതൊക്കെ സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ രവീന്ദ്രൻ മാഷ് കരിപ്പോടി, ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇവിടെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചു, ഇവിടെ തന്നെ റിട്ടയർഡ് ചെയ്തു. ശ്രീദേവി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 35 കൊല്ലം ഇവിടെ ടീച്ചറായി വർക്ക് ചെയ്തു. 2003 റിട്ടയർ ചെയ്തു. 35 വർഷം ഇവിടെ ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥിയും കൂടി, ഇവരെല്ലാവരും പൂർവ്വ വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി മാത്രമല്ല, ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവരാണ് ഈ മത്സരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി, ഈ പരിപാടികളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സജീവമായിട്ട് 4 ദിവസമായിട്ട് ഇവിടെ രാത്രിയും പകലും നിന്ന് പ്രവർത്തിക്കുന്നതാണ്. മാഷെ, ഏറ്റവും പഴയ സ്റ്റുഡൻ്റ് ആണ്. ഇവിടുത്തെ സെക്കൻഡ് ബാച്ച് 58 SLC ബാച്ചാണ് ഞങ്ങൾ. ഭാർഗവി ടീച്ചറും ഇവിടെ എല്ലാ ഇതിലും ഞങ്ങൾ സംബന്ധിക്കാറുണ്ട്. പിന്നെ ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഇടപെടാറുണ്ട് ആവുന്നത്ര. പിന്നെ ഇപ്പം വയസ്സായി, അതുകൊണ്ട് പിന്നെ അധികം ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല, അത്രമാത്രം. ഒരു അസുലഭ നിമിഷം തന്നെയാണ് ഇത്, അപൂർവമായി കിട്ടുന്ന ഒരു നിമിഷമാണ്. ആലോചിച്ച് നോക്കാം, നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡന്റും ഇവിടുത്തെ തന്നെ മാഷന്മാരായി ഇവിടെ ജോലി ചെയ്യുകയും ചെയ്ത് ഇപ്പോഴും ഈ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കും. എന്താ പറഞ്ഞ മാഷ് പറഞ്ഞേ, പ്രവർത്തനങ്ങളിൽ സജീവമാൻ പറ്റുന്നതിലും ഇതേ ഈ പ്രായത്തിലും ഇപ്പോഴും സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, ഇവിടെ കലോത്സവത്തിന്റെ കാര്യം ടീച്ചർ പറഞ്ഞു. കലോത്സവത്തിന് ഇവിടെ എന്താ ടീച്ചർ പറഞ്ഞേ? ഇവിടെയുള്ള നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും PTA ഒക്കെ സഹകരണം ഭയങ്കര എടുത്തു പറയത്തക്കാണ്. അതായത് ഇവിടെ ഈയിടെ നടന്ന ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ സദസ്സ് നിറഞ്ഞ് കവിഞ്ഞ്, പിന്നെ ഇവിടെ ഒരു ജനസമുദ്രം തന്നെയായിരുന്നു. അപ്പം അത് എല്ലാവരുടെയും മനസ്സിൽ, ഞങ്ങളുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ മനസ്സിൽ ഭയങ്കര ആവേശം ഉണർന്നതാണ്. ഒരു വലിയൊരു ഉത്സവം പോലെ. അത് കലോത്സവ മാമാങ്കം, അതിൻ്റെ ആവശ്യത്തിലാണ് എല്ലാവരും. അതേപോലെ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ച് പറയാനാണെങ്കിൽ, ഗവൺമെൻറ് ഫിഷറീസ്, ബേക്കൽ ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാവനകളാൽ സമ്പന്നമാണ് നമ്മുടെ സ്കൂള്. പിന്നെ ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥികൾ അറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും